കലിമത്തുൻ ഇൻദി, നബി തങ്ങളുടെ വാക്കാണ്. കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? മാ മിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു കുർബഹു. ഏതെങ്കിലും മനപ്രയാസമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു സഹോദരൻ, പതിയാങ്കരയിലുള്ളതാകട്ടെ ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു സഹോദരി ആ വാക്ക് പറഞ്ഞാൽ ഇല്ലാ ഫറജല്ലാഹു അൻഹു, അവന്റെ പ്രയാസവും അവന്റെ ബുദ്ധിമുട്ടും അവന്റെ പ്രതിസന്ധിയും ഒക്കെ അല്ലാഹു തരണം ചെയ്ത് സന്തോഷം അവന് കൊടുക്കും. കലിമത്തു അഖി യൂനുസ, പ്രവാചകത്വത്തിൽ എൻ്റെ സഹോദരനാകുന്ന യൂനുസ് എന്ന പ്രവാചകന്റേതാകുന്ന വാക്കാണത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന വാക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ ദിവസം മുതലായില്ലേ? പഠിച്ചാ എന്ന് പറഞ്ഞ എല്ലാവരും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മനസ്സറിഞ്ഞിട്ട് പടച്ചറബിനോടാണ് പറയുന്നത് എന്ന ചിന്താഗതിയിൽ ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഓരോ മുസ്ലിം സഹോദരിമാരും നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് തൗബ ചെയ്തും പറയണേ, ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമിയാണ്, തെമ്മാടിയാണ്, ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. പടച്ചറബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞാൻ തെറ്റുകാരനാണെന്ന് ഏറ്റു പറയുന്നതിനേക്കാൾ മറ്റൊരു അടിമത്തമില്ല. ഉറക്കെ ചൊല്ലണേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. 1891 ജെയിംസ് എന്ന് പറയുന്ന ജെയിംസ് ബാർലി എന്ന് പറയുന്ന വ്യക്തി നാവികനാണ്. അദ്ദേഹം ഒരു വലിയ യാത്രാ സംഘവുമായിട്ട് കപ്പലിൽ കയറി യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു സംഭവം ഉണ്ടായി. ആ കപ്പലിന് ചുറ്റുവട്ടം വലിയൊരു തിമിംഗലം വന്ന് പ്രയാസപ്പെടുത്തുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നേരെ തിരിച്ചാൻ ചാടിയതിന് ശേഷം തിമിംഗലം വിഴുങ്ങാണ്. ജെയിംസ് ബാർലി അടക്കമുള്ളതാകുന്ന 5ഓളം വരുന്ന നാവികർ ആ തിമിംഗലത്തെ തുരത്താൻ വേണ്ടി ചെറിയ കപ്പലാക്കി വലിയ കപ്പലിൽ നിന്ന് അവരിറങ്ങി. വലിയതാകുന്ന കുന്തവുമൊക്കെ ആയിട്ട് ഇറങ്ങി അതിനെ ഒന്ന് അകറ്റാനും മാറ്റാനും വേണ്ടി പരിശ്രമിച്ചു. പക്ഷെ 5 ആളുകൾ വെള്ളത്തിൽ പോയി. ഇതിൽ ജെയിംസ് ബാർലി എന്ന് പറയുന്ന നാവികനും വെള്ളത്തിൽ പോയി. എല്ലാവരും തപ്പി, മണിക്കൂറുകളോളം തപ്പി, ആളെ കാണുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ കിട്ടി, ജെയിംസ് ബാർലി എന്ന് പറയുന്ന നാവികനെ കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം എന്തായാലും വെള്ളത്തിൽ മുങ്ങി ചത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തിരച്ചിൽ മതിയാക്കി എല്ലാവരും ആ ചെറിയ കപ്പലിൽ നിന്ന് വലിയ കപ്പലിൽ കയറി യാത്ര പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, 68 മണിക്കൂറുകൾ കഴിഞ്ഞു എന്ന് ശാസ്ത്രം രേഖപ്പെടുത്താൻ UK-യിലും US-ലും അടക്കമുള്ള എല്ലാ പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. 68 മണിക്കൂറുകൾക്ക് ശേഷം, അഥവാ 2 ദിവസങ്ങൾക്ക് ശേഷം, 3-ാം പൊക്കം അദ്ദേഹത്തിൻ്റെതാകുന്ന ശരീരം യാതൊരുവിധ കേടുമില്ലാതെ കരയിൽ കൊണ്ടുവന്ന് തിമിംഗലം തുപ്പാണ്. തുപ്പാന്ന് പറഞ്ഞാൽ ആ തിമിംഗലം എന്തോ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടെന്ന് കരയിൽ വന്ന് അടിയുകയാണ്. പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണുകയാണ്. ഇതേ തിമിംഗലം തന്നെ. അതിനുള്ളിൽ എന്തോ ജീവനുണ്ടെന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അതിന്റെ വയറ് മുറിച്ചു പുറത്തെടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ യാതൊരു കേടുപാടുമില്ലാതെ അബോധാവസ്ഥയിൽ ഈ മനുഷ്യൻ കിടക്കാൻ. ബോധമില്ല, ബോധം പോയിട്ടുണ്ട്, പക്ഷെ യാതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തോട് ദിവസങ്ങൾ കഴിഞ്ഞ ട്രീറ്റ്മെന്റിന് ശേഷം, ആധുനിക ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊടുത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു,
വലിയൊരു തിമിംഗലം എൻ്റെ അടുക്കലേക്ക് വന്ന് ആ തിമിംഗലം അതിന്റെ വാ തുറക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഇരുട്ടറയാണ്, ഏതൊക്കെയോ വഴിയിലൂടെ ഞാൻ പോകുന്നതായിട്ട് തോന്നുകയാണ്. അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ എനിക്കൊന്നും അറിയില്ല, പിന്നെ എനിക്കൊരു ബോധവുമില്ലായിരുന്നു, എന്താണ് സംഭവിച്ചെന്നറിയില്ല. അതിന്റെ വായങ്ങ് അടയ്ക്കുകയും ക്ലോസ് ചെയ്യും. പിന്നെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, വായുസഞ്ചാരം നഷ്ടപ്പെട്ട പോലെ, എന്തോ ഒരു തോന്നൽ പോലെ പ്രയാസപ്പെട്ട് അങ്ങനെ കിടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 40 ദിവസമാണ് ആരുടെ കഥ പറഞ്ഞത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ലോക ചരിത്രത്തിൽ പിന്നീട് അതിന് ശേഷം നടന്ന സംഭവമാണ് ഈ പറയുന്നത്. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ കല്ലറ UK-യിലുണ്ട്. ഗ്ലോസെസ്റ്റർ എന്ന് പറയുന്നതാകുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ശവക്കല്ലറയിൽ ഇപ്പോഴും രേഖപ്പെടുത്തിയതായി കാണാം. ഇദ്ദേഹം ഒരു മോഡേൺ ജോനോയാണ്. ജോനോ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കിൽ യൂനുസ് എന്നാണ്. ആധുനിക യൂനുസ് ആണ് ആര്? ജെയിംസ് ബാർലി എന്ന് പറയുന്ന വ്യക്തി. ദ ജെയിംസ് ബാർലി എ മോഡേൺ ജോനോ എന്നവർ രേഖപ്പെടുത്തിയൊക്കെയാണ് ശവക്കല്ലറയിൽ. മനസ്സിലാക്കണം, ഇതൊക്കെ ചരിത്രമാണ്. എല്ലാ മാധ്യമങ്ങളും ഇന്ന് നിങ്ങൾ ഗൂഗിളിലുള്ള ആളുകൾ ഇപ്പോഴൊന്ന് അടിച്ചു നോക്കിയോ, ജെയിംസ് ബാർലി എന്ന് ഇപ്പൊ അടിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററി കിട്ടും. ഇതൊക്കെ ചരിത്ര രേഖയാണ്, വെറുതെ ഇരുന്ന് തള്ളുകയല്ല. ഞാനിത് പറയുന്നതിന്റെ അർത്ഥം, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം കേട്ടിട്ട് തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലേക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ നിരീശ്വരവാദികളായ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ മുറിക്ലിപ്പുമായിട്ട് ഇറങ്ങിയിരുന്നിട്ട് ഊറിച്ചിരിക്കുന്നതാകുന്ന മന്ദബുദ്ധികൾ, വിവരമില്ലാത്ത ആളുകൾ, വിവരദോഷികൾ. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ചരിത്രം പഠിക്കണം, ഉൾക്കൊള്ളണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ നൽകുകയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം. എത്ര വ്യക്തമാണ്, സ്ഫുടമാണ്, എത്ര വ്യക്തതയാണ്. നമ്മുടെ മക്കളെയൊക്കെ ദീൻ പഠിപ്പിക്കണം, ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഖുർആനിലെ 3 കാര്യങ്ങളാണ് വ്യക്തമായി അടയാളപ്പെടുത്തുന്നത്. ഒന്ന് താരീഖാണ്, മറ്റൊന്ന് തൗഹീദാണ്, മൂന്നാമത്തത് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ്. ഒന്ന് തൗഹീദ്, മറ്റൊന്ന് താരീഖ്, മൂന്നാമത്തത് ഫിഖ്, കർമ്മശാസ്ത്രം. ചരിത്രങ്ങളാണ്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സ് നന്നാവുക. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്. നിങ്ങളുടെ ഹൃദയത്തിൽ ചലനമില്ലാതിരിക്കാൻ, ഹൃദയത്തിൽ ഈമാനികമാകുന്ന പരിവേഷം കൂട്ടാൻ, ഹൃദയത്തിൽ ആത്മീയത രൂഢമൂലമാക്കാൻ ചരിത്രം ഉപകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ഖസസ്, ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളെ കുറിച്ച് വ്യക്തമായി പറയും. ധാരാളം ചരിത്രങ്ങൾ, അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മൾ അയവിറക്കിയ, ഇന്ന് പഠിച്ചതാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ ചരിത്രം, മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ ചരിത്രം, ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം, മഹത്തുക്കളാകുന്ന മഹാരഥന്മാരാകുന്ന പ്രവാചകരിൽ പ്രമുഖനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമൊക്കെ നമുക്കതിന് പ്രചോദനദായകമാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസവും ഈ രാവും വളരെയേറെ മഹത്തമാണ്. ധാരാളം അമലുകളിൽ വ്യാപൃതരാവുക. അൽഹംദുലില്ലാഹ്, ഈ ഒരു ദിവസത്തിൽ നമുക്ക് ദുആഇനും ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സിനും കളമൊരുക്കിയ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഒന്നിരാകുന്ന പതിയാങ്കര ഉസ്താദിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടി മതവിജ്ഞാനവേദി അല്ലാഹു പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇനിയും ഇത്തരത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുമോ ചിന്തിക്കൻ. അതുകൊണ്ട് നല്ല പ്രവർത്തനം, നന്മയാർന്ന പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കൻ. അടുത്ത വർഷം നമ്മൾ ഈ സദസ്സിൽ ഉണ്ടാകുമോ ചിന്തിക്കൻ. വാല് പറയുന്ന ഞാനുണ്ടാകുമോ, കേൾക്കുന്ന നിങ്ങൾ ഉണ്ടാകുമോ ചിന്തിക്കൻ. ഇന്നലെ കഴിഞ്ഞതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവാൻ. പക്ഷേ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കാൻ, താടിരോമങ്ങൾ നരച്ചു. പക്ഷേ നമ്മുടെ ഇബാദത്തുകൾക്ക് യാതൊരു വർധനവുമില്ല. തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മോശമാക്കപ്പെട്ട വാക്കുകളും ശൈലികളും നമ്മുടെ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരങ്ങൾ ചിട്ടയില്ല, നോമ്പുകൾക്ക് പോലും കൃത്യതയില്ല. വർഷത്തിൽ ഒരു 3 ദിവസമെങ്കിലും നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തിരിക്കുന്ന സദസ്സിൽ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുമ്പാകെ ചോദിച്ചു, ആരെങ്കിലും ഒരു വർഷം മുഴുവനും നോമ്പ് നോൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും രാത്രിയെ ഹയാത്താക്കുന്ന വ്യക്തി ആരെങ്കിലും ഉണ്ടോ? ജീവസുറ്റതാക്കുന്ന വ്യക്തിയുണ്ടോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, നബിയേ.
നബി തങ്ങൾ ചോദിച്ചു, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കുന്ന വ്യക്തി ആരാണ് എന്റെ മുന്നിലുള്ളത്? സ്വഹാബത്ത് ആരും അനങ്ങിയില്ല. അപ്പോഴും കൈ ഉയർത്തുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. എല്ലാ ദിവസവും രാത്രി മുഴുവനും ഹയാത്താക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കുന്ന വ്യക്തി. സ്വഹാബത്തൊക്കെ ഞെട്ടി. അപ്പൊ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് നബിയുടെ അടുക്കൽ ചെന്നിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ, ഇത് കള്ളം പറഞ്ഞതാ. കാരണം അദ്ദേഹം എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നില്ല. പലപ്പോഴും ഞങ്ങൾക്കിടയിൽ നോമ്പ് നോൽക്കാതിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കാൻ സാധ്യമേ അല്ല, അത് വെറുതെ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വിടല് വിട്ടതാണ്. നമ്മൾ പറയുമല്ലോ ചുമ്മാ വിടലാണ് എന്ന് പറയുമല്ലോ. അതുപോലെ ഒരു വ്യക്തി വന്ന്, ഒരു സഹാബി വന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടു പറഞ്ഞു, ഇയാൾക്കൊരു സംശയമുണ്ട്, നീ അത് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നബിയുടെ മുന്നിൽ വെച്ചാൽ തീർക്കാം. എന്താ? എല്ലാ ദിവസവും നോമ്പ് നോക്കുമെന്ന് നീ പറഞ്ഞു, അങ്ങനെ നിനക്ക് വാദമുണ്ടോ? നിന്നെ നോമ്പില്ലാതെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാസത്തിൽ 3 നോമ്പ് പിടിച്ചാൽ തീർച്ചയായിട്ടും അതൊരു 30 ദിവസത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഞാനല്ല, ഖുർആനാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസയ്യതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ഒരാൾ ഒന്നിന് 10 പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം കിട്ടുമെന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അപ്പൊ ഞാൻ എല്ലാ മാസവും 3 നോമ്പ് പിടിക്കും. 3 നോമ്പ് പിടിച്ചാൽ എന്തായി? അൽഹംദുലില്ലാഹ് 30 നോമ്പായി. കാരണം ഒന്നിന് 10 ആണ്, 2 ആവുമ്പോ 20 ആയി, 3 ആയപ്പോ 30 ആയി. അപ്പൊ എല്ലാ 30 ദിവസവും ഞാൻ നോമ്പുണ്ട്, എല്ലാ മാസവും നോമ്പാണ്. ശഅബാൻ മാസം ഫുള്ളും പിടിക്കും, അതിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. നബി പറഞ്ഞു, മഹീൻ, കറക്റ്റാണ്, നീ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഖുർആൻ വെച്ച് തെളിവോതിയിട്ടല്ലേ പറഞ്ഞു. അപ്പൊ ഈ സ്വഹാബി സമ്മതിച്ചു. ഓക്കെ, എന്നാ പിന്നെ രാത്രി മുഴുവൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞതോ? നീ ഭാര്യയുമായി ബന്ധം പുലർത്തലില്ലേ? നീ എത്രയോ സമയം കടന്ന് ഉറങ്ങലുണ്ട്, രാത്രി ഫുള്ള് നിസ്കരിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ ഈ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ബാത അലാ തുഹ്രിൻ, ആരെങ്കിലും ശുദ്ധിയോടുകൂടി രാത്രിയിൽ വസിച്ചാൽ ഫഹുവ, അവൻ ആരെ പോലെയാണ്? അവൻ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാത്രികളെ, എല്ലാ രാത്രികളെയും ജീവസുറ്റതാക്കിയവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രാത്രി ശുദ്ധിയോടുകൂടി വദൂഓടുകൂടി ഉറങ്ങിയാൽ അവൻ രാത്രി ഇബാദത്ത് എടുത്തവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എല്ലാ രാത്രിയിലും ഞാൻ വദൂ ചെയ്യും. വദൂ മുറിഞ്ഞാൽ അപ്പോൾ ഞാൻ വദൂ എടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക ഉണ്ടാവാൻ കാരണം അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇസ്രാ മിഅ്റാജിന്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക കണ്ടു. ആരുടേതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ബിലാലിന്റേതാണ്. ആരാണ് ബിലാൽ? കറുത്തവരിൽ കറുത്തവനായ നീഗ്രോ വംശജനായ ബിലാലിന്റേതാണ്. എന്താ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, നബിയെ, പള്ളിയിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ 5 വഖത്ത് ബാങ്ക് വിളിക്കാൻ. ഞാൻ എപ്പോഴും വദൂ എടുക്കും. വദൂ എടുത്താൽ ഉടനെ തന്നെ വദൂവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതെന്റെ ജീവിതത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ്, ഞാൻ പതിവാക്കിയതാണ്. നബി തങ്ങൾ പറഞ്ഞു, അത് കാരണമായിട്ടാണ് നിനക്ക് ആ മണിമാളിക സ്വർഗ്ഗത്തിൽ കിട്ടിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആള് മരിച്ച് സ്വർഗത്തിലെത്തിയിട്ടില്ല, അതിനു മുമ്പ് സ്വർഗത്തിൽ അത് പണിത് വെച്ചിരിക്കാൻ ആര് കണ്ടു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. വദൂ മുറിയുക, ഉടനെ അടുത്ത് വദൂ പുതുക്കുക, അതൊക്കെ നല്ല ശൈലിയിൽപ്പെട്ടതാണ്. ഈമാൻ നിറവടിയാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വദൂ ഇല്ല, അതാണ് നമ്മുടെ ജീവിത ശൈലി. വദൂ നിത്യമാക്കണം. അല്ലാഹു നമുക്ക് അതിനനുസരിച്ച് വെള്ളവും സൗകര്യവും ഒക്കെ തന്നിട്ടില്ലേ? എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, മുഖം പ്രകാശിക്കും. കൈകാലിൽ വെളുത്തവരെ എന്ന് വിളിച്ച് അല്ലാഹു സ്വർഗത്തിലേക്ക് അല്ലാഹു മാടി വിളിക്കും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അവന് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ രണ്ടാമത്തെ കാരണം നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ്വച്ഛതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ, രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസ്വച്ഛനാക്കിയവനെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഇബാദത്തെടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം. ഹദീസല്ലേ, നബി തങ്ങൾ പറഞ്ഞതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതു ശരി തന്നെയാണ്. നബി പറഞ്ഞു ഓക്കെ. ഇനി മൂന്നാമത്തത്, എല്ലാ ദിവസവും ഖത്മ് തീർക്കും. അത് എളുപ്പമാണ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഡെയിലി ഓതും. 3 ഓതാത്ത പരിപാടിയില്ല, എല്ലാ ദിവസവും ഓതും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ് തീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല. മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം തിരക്കായി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൗഹീദിന്റെ ഏറ്റവും നല്ല സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ആശുറായിന്റെ സുദിനത്തിൽ 1000 പ്രാവശ്യം മുൻഗാമികൾ പാരായണം ചെയ്യൽ. കാരണം ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് തൗഹീദ്, ഏകദൈവ വിശ്വാസം. മറ്റൊന്ന് താരീഖ്, ചരിത്രങ്ങൾ. മൂന്നാമത്തത് പവിത്രമാക്കപ്പെട്ട ഫിഖ്, കർമ്മശാസ്ത്രങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ ഇൽമാണ് തൗഹീദ്. ആ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മുഹറത്തിന്റെ ചരിത്ര മുഹൂർത്തമാക്കപ്പെട്ടതാകുന്ന അശുറായിന്റെ സുദിനത്തിൽ നീ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ച് നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ദിക്റുകൾ ഔറാദുകളൊക്കെ ഏടിൽ കാണുന്നു. അതൊക്കെ നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ. ഈ പറഞ്ഞത് മുടങ്ങരുത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചുരുങ്ങിയത് 70 എണ്ണം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. പറ്റുമെങ്കിൽ ഓരോ വഖത്തിന് ശേഷം ഒരു 20 എണ്ണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. 1000 ഒക്കെ പറഞ്ഞ ഉലമാക്കളുണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ അമൽ ചെയ്യാൻ, വെറുതെ ഉറങ്ങിയും കളിച്ചും രസിച്ചും രമിച്ചും നല്ല ദിവസങ്ങളുടെ മഹത്വങ്ങളെ ഹോമിക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് സാന്ദർഭമായി ഉണർത്തുക. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എപ്പോഴാണ് മരണം, ഏത് സമയത്താണ് മരണം, ഏത് രീതിയിലാണ് മരണം എന്ന് ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതും രഹസ്യമായി പരസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ രോഗശമനം നൽകണേ അല്ലാ. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൾവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗവുമായി നിലകൊള്ളുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്, പടച്ചറബെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ ത്വഅത്തിനായി നസീബാക്കണേ അല്ലാ. അനുയോജ്യരാകുന്ന ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീ
ഹാഫിദീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പ് നോറ്റ സഹോദര സഹോദരിമാരി മജ്‌ലിസിലുണ്ട്. സ്വീകരിക്കണേ നാഥാ. നാളത്തെ ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ്. നോമ്പ് നോക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇജാബത്തിന്റെ രാവായി ഞങ്ങളുടെ ഈ രാവിനെ നീ കബൂലാക്കണേ റബ്ബേ. ഈ രാവിലെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് എന്തെല്ലാം ഖൈർ ബറകാത്തുകൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന റബ്ബേ. അവിടുന്ന് കാവൽ തേടിയിട്ടുള്ള മുഴുവൻ ശുറൂർ ഫസാദുകളെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. പുണ്യമാക്കപ്പെട്ട മക്കയിലേക്ക് മദീനയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാ. പുണ്യമാക്കപ്പെട്ട ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയവരുണ്ട്. ചിട്ടയായ ജീവിതം നയിക്കാൻ ശിഷ്ടകാല ജീവിതത്തിൽ തൗഫീഖ് നൽകണേ അല്ലാ. കാബ ഞങ്ങൾക്ക് കാണാ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ കാബ തവാഫ് ചെയ്യാൻ പുണ്യമാക്കപ്പെട്ടതാകുന്ന ഹദറുൽ അസ്വദ് ചുംബുണ്ടുവന്ന് ചുംബിക്കാൻ റുക്നുൽ യമാനി എന്ന് തൊട്ടുമുത്താൻ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ഇരക്കാൻ കാബയുടെ വാതിൽ പഠിച്ചുകൊണ്ട് ദുആ ഇരക്കാൻ മുൽതസമിലേക്ക് നെഞ്ചകം ചേർത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പുണ്യമാക്കപ്പെട്ടതാകുന്ന കാബ തവാഫ് ചെയ്യാൻ ഹിജ്ർ ഇസ്മായിൽ അകത്തലങ്ങളിൽ 2 റക്അത്തെങ്കിലും സുന്നത്ത് നമസ്കരിക്കാൻ സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർക്കാൻ ദിക്ർ ചൊല്ലി സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ തവാഫുകൾ 50 തവണയെങ്കിലും ചെയ്തിട്ട് പാപം പുറപ്പിച്ചെടുക്കാൻ പുണ്യമാക്കപ്പെട്ട മഖാം ഇബ്രാഹിം ദർശിക്കാൻ അതിന്റെ പിന്നിന്നുകൊണ്ട് തവാഫിന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് സായൂജ്യമണിയാ പുണ്യമാക്കപ്പെട്ട കാബയുടെ പരിസരത്ത് ഇജാബത്തിന്റെ പ്രാർത്ഥന നടത്താൻ സംസം വെള്ളം കൊണ്ട് വയറ് നിറയ്ക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട കാബയിലേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് സംസം വെള്ളം വയറ് നിറച്ചു കുടിച്ച് ധാരാളം പ്രാർത്ഥനകൾ ഇജാബത്തിന്റെ ദുആകൾ നടത്താൻ സഫയെന്ന് കാണാൻ മറവയെന്ന് ദർശിക്കാൻ ഇരുകുന്നുകൾക്കിടയിൽ സഅയ് ചെയ്യാൻ ഇരുകുന്നുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. മഴ പെയ്യുന്ന സമയത്ത് ഇജാബത്തുണ്ടെന്ന് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയതാണല്ലോ റബ്ബേ. മഴ പെയ്യുന്ന സമയത്ത് കാരുണ്യത്തിന്റെ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് പരിയാങ്കര ഉസ്താദിനെ തവസ്സുലാക്കി ചോദിക്കുന്ന റബ്ബേ ഞങ്ങളുടെ സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങൾ തീർക്കണേ അല്ലാ. ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ മത്സ്യബന്ധനവുമായി നിലകൊള്ളുന്നവരാണ്. കടലിൽ ഉപജീവന മാർഗം നടത്തുന്നവരാണ്. ധാരാളം ഹൈറായ നിലയ്ക്കുള്ള സമ്പൽ സമൃദ്ധി ഞങ്ങൾക്കതിലൂടെ നീ നസീബാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടലിന്റെ മക്കൾ വറുതിയിലാണ്, പ്രയാസത്തിലാണ്. പടച്ച റബ്ബേ നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറായ ജീവിതം നൽകണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. ഉള്ള വീട് ബറക്കത്തും സന്തോഷവും ഐശ്വര്യവും റാഹത്തും ഉള്ളതാക്കണേ അല്ലാ. കടങ്ങൾ വീടാ തൗഫീഖ് നൽകണേ റബ്ബേ. ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വന്നിട്ട് സങ്കടം പറഞ്ഞ സഹോദരിമാര് ഈ നാട്ടിലുണ്ട്, ഈ മഹല്ലത്തിലുണ്ട്. നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഖൈറായ മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. എല്ലാവിധ കടബാധ്യതകളിൽ നിന്ന് പരിശരഹിതമാകുന്ന ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് നേർച്ചകൾ നേർന്ന വഴിപാടുകളായി കഴിയുന്ന പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതം നയിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. സാലികത്തുമായ സന്താനങ്ങൾ നൽകണേ റബ്ബേ. സക്കരിയ നബി അലൈഹിസ്സലാം പ്രായാധിക സമയത്ത് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൊടുത്ത സന്തോഷം കൊടുത്ത പടച്ച റബ്ബേ നിനക്ക് സാധിക്കുമല്ല അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രായാധിക സമയത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോനെ കൊടുത്ത് സന്തോഷിപ്പിച്ച പടച്ച റബ്ബേ സാലികത്തുമായ സന്താനങ്ങൾ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാ. യഥാർത്ഥ മുത്തഖീങ്ങൾ ചേർക്കണേ റബ്ബേ. കല്ല്
കള്ളുകുടിച്ച് ലഹരി നുണഞ്ഞ് മോശപ്പെട്ട തരത്തിലേക്ക് പോകുന്ന ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റരുത് പടച്ച റബ്ബേ. സാലിഹും സാലിഹത്തുമായ മക്കളാക്കണേ അല്ലാ. തെമ്മാടികൾ റൗഡികളുമായ മോശപ്പെട്ട മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന സാലിഹീങ്ങളായ സൽഗുണ സമ്പന്നരാകുന്ന നല്ല മക്കളായി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ റബ്ബേ. ഹിഫ്ളിന് പറഞ്ഞു വിട്ട മക്കളുണ്ട്, ആലിമാക്കാൻ പറഞ്ഞു വിട്ട മക്കളുണ്ട്, പൂർത്തീകരിക്കാനും അതനുസരിച്ചുകൊണ്ട് ചിട്ടയായ ജീവിതം നയിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, ഉലമാക്കളെ സ്നേഹിക്കുന്ന, ഉമറാക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പാവങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. ഈ വിനീതനോട് വലിയ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ഒരുപാട് സഹോദര സഹോദരിമാര് ഈ നാട്ടിലുള്ളവരുണ്ട്. ഖൈറ് കൊടുക്കണേ അല്ലാ. പതിയാങ്കര മഹല്ലിന്റെ പരിസ്ഥാനിൽ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വന്നിരാകുന്ന മർഹൂം പതിയാങ്കര ഉസ്താദടക്കമുള്ളതാകുന്ന സമുന്നതരായ ആലിമീങ്ങൾ, ഞങ്ങളുടെ മഹല്ലത്തിന് നേതൃത്വം നൽകിയതാകുന്ന വിളക്കുമാടങ്ങളായി ഞങ്ങൾക്ക് വേണ്ടുന്നതാകുന്ന ആശയങ്ങളും ആദർശങ്ങളും കൃത്യമായി മസലകൾ പറഞ്ഞു തന്ന ഒരുപാട് സമുന്നതരാകുന്ന മഹത്തുക്കൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, ദറജ ഉയർത്തണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ നാഥ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم.